ഹലോ ഗൈസ്. ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച മുമ്പ് കൽക്കി റിലീസായ സമയത്ത് ഒരു റിവ്യൂ ഇട്ടിരുന്നു കൽക്കിനെ കുറിച്ചിട്ട്. ഞാൻ ഒരു എബോ ഏവറേജ് റിവ്യൂ ആണ് സിനിമയ്ക്ക് കൊടുത്തത്. അപ്പോൾ ആ വീഡിയോ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആരും കമൻറ്റ് ഇട്ടിട്ടുമില്ല, പിന്നെ ലൈക്കും ഇല്ല. പക്ഷേ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി വിളിച്ച് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് മെയിനായിട്ടും, റിവ്യൂവിൽ എന്തുകൊണ്ടാണ് നീ എബോ എവറേജ് റിവ്യൂ കൊടുത്തത്. പക്ഷെ ഞാൻ ആ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് തിയേറ്ററിൽ നിന്ന് എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നി, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പടം, പിന്നെ എന്തിനാണ് നീ അങ്ങനെ ഒരു റിവ്യൂ യൂട്യൂബിൽ എടുത്തിട്ടതെന്ന് ചോദിച്ചു. വേറൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എബോ എവറേജ് റിവ്യൂ കൊടുത്തതിനുകൊണ്ട് അവൻ അത്രയ്ക്കൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് പോയത്. പക്ഷേ ഞാൻ പടം കണ്ടപ്പോൾ അത് വൺസ് ഇൻ എ വൈൽ വാച്ച് മൂവി ആയിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവനിപ്പോൾ 2-3 പ്രാവശ്യം കണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഒരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഹുബലി പോലെ അല്ലെങ്കിൽ ദംഗലൊക്കെ പോലെ എല്ലാവർക്കും 100% പോസിറ്റീവ് റിവ്യൂയിലൂടെ ഹിറ്റായ പടമല്ല, ഹിറ്റാവാൻ പോണ പടമല്ല. ഐ മീൻ 1000 കോടി ഇപ്പോൾ കിടക്കാൻ പോകുന്നു, അങ്ങനത്തെ ഒരു പടമല്ല അത്. ഈ പടത്തിൻ്റെ ബേസിക് പോസിറ്റീവും അതായത് നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പടം കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മഹാഭാരതം എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ മഹാഭാരതം മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിലും പടം തുടങ്ങുമ്പോൾ തന്നെ ഡീറ്റെയിലിങ്ങും എല്ലാം നല്ല രീതിയിൽ പടത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ മാസ് സീൻസ്, പിന്നെ പഞ്ച് സീൻസ്, ഇതിൽ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ നമുക്ക് കണക്റ്റ് ആവാതെ വരും. കഥ മനസ്സിലാവും, പക്ഷെ എന്നാലും ഇത് കണക്റ്റ് ആവില്ല. കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ ചില സീൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ മഹാഭാരതം അറിയുന്ന ആൾക്കാർക്ക് നല്ല ഹെവി പഞ്ചും സീറ്റഡ് സീൻസൊക്കെ വരുമ്പോൾ അവർ കിടന്ന് എൻജോയ് ചെയ്യണ കാണാൻ പറ്റും. പക്ഷെ ഇതറിയാത്ത ആൾക്കാർക്ക് എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കണമെന്ന് ഒരു തോന്നൽ വരും. മെയിൻലി ക്ലൈമാക്സ് വരുന്ന പോർഷൻസൊക്കെ സ്ട്രിക്ട്ലി മഹാഭാരതത്തിലെ ബേസ് ചെയ്ത് തന്നെ വരുന്നതാണ്. ഇതിൽ ഇപ്പോൾ മഹാഭാരതത്തിൽ ഇപ്പോൾ കൃഷ്ണൻ, കർണൻ, അർജുനൻ ഇവരൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല. അറിഞ്ഞുകൊണ്ട് ഇപ്പൊ മാസീൻ കിട്ടില്ല. ഇവരൊക്കെ ആരാണ്, ഇവരൊക്കെ എന്താണ് മഹാഭാരതത്തിൽ ചെയ്തത്, ഇവരൊക്കെ ക്യാരക്ടറിന്റെ ഡെപ്ത് അതൊക്കെ അറിയുന്ന ആൾക്കാർക്കാണ് ഈ പടത്തിന്റെ ഓരോ മൈന്യൂട്ട് സീൻസും നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ഇന്നർ സീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മഹാഭാരതത്തിലെ ചില സീൻസൊക്കെ എൻ്റെ ഉള്ളുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രിക്ട്ലി ഒരു മഹാഭാരതം വായിച്ച് അതിൻ്റെ ഡെപ്തൊക്കെ അറിയണ ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ശരിക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഫിനിറ്റി വാർ കാണാൻ പോയിട്ട് അവസാനം അയൺമാൻ മരിക്കുമ്പോൾ ഈ അയൺമാൻ ആരാണെന്ന് അറിയുന്ന ആൾക്കാർക്കല്ലേ ആ ഒരു മരണം കാണുമ്പോൾ ഫീൽ ആവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സീൻ കാണുമ്പോൾ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുള്ളൂ. അല്ല, അയൺമാൻ ആരാന്നറിയില്ലെങ്കിൽ കഥ മനസ്സിലാവും, പക്ഷേ ആ ഒരു ഡെപ്ത് നമുക്ക് ആ ഒരു രോമാഞ്ചം കിട്ടത്തില്ല. ഇത് തന്നെയാണ് കൽക്കി 2898 ADയിലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. ഇത് മസ്റ്റ് വാച്ചിങ് തിയേറ്ററിലാണ്. തിയേറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സിനിമ കണ്ടിട്ട് കാര്യമില്ല. എൻജോയ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. എന്ന് വെച്ച് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്തായാലും നിർബന്ധിച്ച് കാണിക്കരുത്, ചിലപ്പോൾ പണി കിട്ടും. അതേപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് നമ്മുടെ ഒപ്പീനിയൻ ഇഷ്ടമായില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമായില്ല എന്ന് വെച്ചിട്ട് വേറൊരാളെടുത്തിട്ട് നീ ഒട്ടും കാണരുത്, നിന്റെ കാശ് പോകുന്നുണ്ട്, ഡിസ്കറേജും ചെയ്യരുത്. പക്ഷെ അവനായിരിക്കും ഇപ്പോൾ പടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സോ ഈവൻ ദോ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കാരണം തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. പിന്നെ ബാഹുബലി എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ബാഹുബലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കുട്ടിക്കായാലും വലിയൊരു വലിയ പ്രായമുള്ള വയസ്സായ ആൾക്കാർ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ബാഹുബലി. ഇത് അതേപോലെ അല്ല, അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു വരില്ല. ഈവൻ ദോ നല്ലൊരു പടമാണ്, തിയേറ്റർ കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ച് പ്രായം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ടെർബോയിൽ ബിന്ദു പണിക്കുന്ന റോൾ കണ്ടില്ലേ, കുറച്ച് പ്രായമായാലും ഈ മറ്റേ അവഞ്ചേഴ്സും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം. അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തിനും പോലും കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടണമെന്ന് പറയുന്ന കുറച്ച് ഏജ്ഡായ ആൾക്കാരുണ്ട്. അവർക്ക് പടം വീണ്ടും വൻ നിരാശയായിരിക്കും. സോ ഒരു വൺസ് ഇൻ എ വൈൽ മൂവിയാണ്. ഇതെന്തായാലും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. തിയേറ്ററിൽ പോയിരുന്ന് കാണാം, എൻജോയ് ചെയ്യാം, വരാം, നമ്മുടെ ഒപ്പീനിയൻ പറയാം.
എന്ന് വെച്ചാൽ ആരെയും സിനിമ കാണാൻ പോകുമ്പോൾ തടയാനോ അല്ലെങ്കിൽ കൂടെ എൻകറേജ് ചെയ്യാനോ പാടില്ല. കാരണം ഇത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ പോലത്തെ ഒരു മൂവിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.